എല്ലാവർക്കും MF2യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീൻ ആനിമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിത് വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റേഷ്യോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ റേഷ്യോ നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട റേഷ്യോ ആണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 16:9 ആണ് സെലക്ട് ചെയ്യുന്നത്. 16:9 റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് മീഡിയ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ ഇമേജ് ആണ് മീഡിയ ആയി സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ലെയർ എന്ന ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ മീഡിയ എന്ന ഓപ്ഷൻ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഗ്രീൻ സ്ക്രീൻ ആനിമേഷൻ ഒന്ന് സെലക്ട് ചെയ്യണം. ഗ്രീൻ സ്ക്രീൻ ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഒന്നും കൂടി അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അത് നമ്മൾ വേണ്ട സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഇത് നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ ഇമേജ് തീരുന്നവരൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് ഗ്രീൻ സ്ക്രീൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരെ ആക്കി നമുക്ക് ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇമേജ് ഫസ്റ്റ് മീഡിയ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എക്സ്പ്ലോഷൻ ആനിമേഷനും നമ്മുടെ മീഡിയവും ഒരേ ലെവലിൽ എത്തിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഇവിടെ എക്സ്പ്ലോഷൻ ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതിൽ നിന്ന് എനേബിളായി കിടക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, കീ കളർ എന്നൊരു ഓപ്ഷൻ കാണാം, അത് നമുക്ക് ഗ്രീനായി തന്നെ ഇരിക്കണം. ഇപ്പോൾ ഗ്രീൻ അല്ലെങ്കിലാണ് നമുക്കിതൊന്ന് ഗ്രീനാക്കി കൊടുക്കേണ്ടത്. അത് ഗ്രീനായി കിടക്കും. അതിനുശേഷം നിങ്ങളൊന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണാം നല്ലൊരു റിയൽ ആയിട്ടുള്ള ഒരു ആനിമേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നേരത്തെ എടുത്ത ക്രോമാക്കി ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നോക്കണം. ഇപ്പോൾ ചെറിയൊരു പച്ച കളറൊക്കെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒന്ന് എങ്ങനെ ശരിയാക്കാൻ കാണാം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഒന്നും കൂടി പ്ലേ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പുകയായത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു പച്ച ഫീല് കിട്ടുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും ആനിമേഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ആനിമൽസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ. പിന്നെ ഈ എക്സ്പ്ലോഷൻ ആനിമേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഈ ഫോട്ടോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേ ആനിമേഷൻ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ആനിമേഷൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് യൂട്യൂബിലും ഗൂഗിളൊക്കെ അടിച്ചു നോക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ ഇടാം. അപ്പോൾ ഞാൻ ഇവിടെ 720 പിക്സൽസിലിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ്പോർട്ടിന് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ എക്സ്പോർട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്യുന്നു. റെസ്യൂം അടിച്ച് സ്റ്റാർട്ട് ഓവർ ആയിരുന്നു അടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കാണാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ അഭിപ്രായങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരയ്ക്കും. ബൈ.